ദുബായിൽ നിന്ന് നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 3 ദിവസം യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ യാത്ര എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. മുംബൈയിലേക്കോ അതോ ബാംഗ്ലൂരേക്കോ ഗോവയിലേക്കെല്ലാം വന്നിട്ട് ബസ് പിടിച്ചിട്ടും ട്രെയിൻ പിടിച്ചിട്ടും നാട്ടിലേക്ക് വരുന്നവർ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. ഞാൻ 29-ാം തീയതിയാണ് ദുബായിൽ നിന്ന് എമിറേറ്റ്സ് ഫ്ലൈറ്റിന് മുംബൈയിലേക്ക് വന്നത്. യാത്ര നല്ല അടിപൊളി യാത്രയായിരുന്നു. എമിറേറ്റ്സ് ഫ്ലൈറ്റ് നല്ല ഫുഡും കാര്യം നല്ലൊരു യാത്രയായിരുന്നു. കറക്റ്റ് 6 മണിക്ക് മുംബൈയിലേക്ക് എത്തി. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ട്രെയിൻ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് നോർമലി നമ്മൾ സ്റ്റേഷനിലെത്തിയ ശേഷം TTRനെ കണ്ടിട്ട് TTRോട് സംസാരിച്ചിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യമാണ്, സീറ്റാക്കി തീർത്തുണ്ട് അവർ, അങ്ങനെ സംസാരിക്കാമെന്ന് ചോദിച്ചു. അതേപോലെ നമ്മൾ 9 മണിക്കായിരുന്നു ട്രെയിൻ. 6 മണിക്ക് അവിടെ ഇറങ്ങി സ്റ്റേഷനിലേക്ക് വന്ന് ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. TTRനെ കണ്ടിട്ട് TTRോട് കുറേ റിക്വസ്റ്റ് ചെയ്തു. TTRോട് ഒരു കാരണവശാലും ഫുള്ളാണ്, ട്രെയിൻ എങ്ങനെയും തരാൻ പറ്റിയില്ല. നമ്മളെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. എങ്ങനെയും തരാൻ പറ്റിയില്ല. പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോയിട്ടിരിക്കുക. നല്ല ചൂടും നാട്ടിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഭയങ്കര തിരക്ക്. പിന്നെ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ ഡൊമസ്റ്റിക്കിൻ്റെ ഫ്ലൈറ്റ് നോക്കുമ്പോൾ അത് 15 kg മാത്രമേ ഉള്ളൂ. നമ്മൾ 30 kg കൊണ്ടാണ് വന്ന് 15 kg മാത്രമേ ഉള്ളൂ. പിന്നെ അതിനാണെങ്കിൽ ഡബിൾ ചാർജും. അത് അന്നും ടിക്കറ്റ് ഇല്ല. പിറ്റേ ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസം മുംബൈയിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു. പിറ്റേ ദിവസം എന്തെങ്കിലും വൈകിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം അവിടെ നിന്ന് പിന്നെ പിറ്റേ ദിവസം ബസ് സർവീസില്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയെല്ലാം പോയിട്ട് അന്വേഷിച്ച്. ഇപ്പം കേരളത്തേക്കൊന്നും ബസ്സില്ല, പിന്നെ ട്രെയിനാണെന്ന് കിട്ടുന്നില്ല, എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റാണ്. അങ്ങനെ എന്താ വെച്ചെങ്കിൽ ഗോവയിലേക്കുള്ള ഒരു ബസ് കിട്ടി. ഗോവയിലേക്ക് അങ്ങനെ ബസ്സിന് യാത്ര ചെയ്തിട്ട് ഗോവയിൽ വന്ന് ഗോവയിൽ നിന്ന് പിന്നെ സ്റ്റേഷനിൽ പോയി. അവിടെ നിന്ന് പിന്നെ നമ്മുടെ നാട്ടിലേക്ക്, കാസർഗോഡ് ആയതുകൊണ്ട് നാട്ടിലേക്കുള്ള ട്രെയിൻ കിട്ടി. അങ്ങനെ നമ്മൾ ട്രെയിനും ആയിട്ട് പിടിച്ചിട്ടാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചെങ്കിൽ അവിടെ നിന്ന് തന്നെ ട്രെയിൻ ടിക്കറ്റോ ബസ് ടിക്കറ്റോ കൺഫേം ആയതിന് ശേഷം മാത്രം ഇങ്ങനെ ഫ്ലൈറ്റിന് വരാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് സ്റ്റേഷനിൽ പോയ ടിക്കറ്റ് കിട്ടും. നമുക്ക് ലഗേജും കൊണ്ടൊന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല, നല്ല ബുദ്ധിമുട്ടായി എപ്പോഴും. അപ്പോൾ കൺഫേം ആയതിന് ശേഷം മാത്രം യാത്ര ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ എല്ലാവരും. ഓക്കെ.